ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങളെല്ലാവരും JEE എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് എല്ലാവരും JEE എക്സാം ഹാളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്നത്. കുറേ ആൾക്കാർ വളരെ ടെൻസ്ഡ് ആയിരിക്കും. ടെൻസ്ഡ് എന്ന് പറയുന്നത് കാരണം ഇതെങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കുമോ പാടായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് എല്ലാവരും അലട്ടിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെൻഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ അത്ര സുഖകരമായിരിക്കുകയില്ല. സോ ഇതിൻ്റെ കാമായിട്ട് തന്നെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി എക്സാം ഹാളിനകത്ത് കയറി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് കൊണ്ടുപോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം കയ്യിൽ കരുതുക. ദെൻ എക്സാം ഹാളിൽ കയറി ചെന്നതിന് ശേഷം വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പ്ലേസിൽ തന്നെ നമ്മൾ ഇരിക്കുന്നു. ദെൻ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ദെൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എക്സാമിന് ഇന്ന് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് സെക്ഷൻ എ അതുപോലെ തന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞ് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും അങ്ങനെ ടോപ്പിക്കുകൾ സെക്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം. ദെൻ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ചെയ്ത് പോകാനുള്ള ആ ഒരു സ്പീഡും നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടൈം ചിലപ്പോൾ പോകാം. പിന്നീട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനെ മീറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാകത്തില്ല എന്ന് ചിലപ്പോൾ തോന്നാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നു, അറിയാമെങ്കിൽ ചെയ്യുക, അറിയത്തില്ലെങ്കിൽ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ആ ചോദ്യം അറിയാമെങ്കിൽ ചെയ്യുക, അറിയത്തില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദെൻ ചില ചോദ്യങ്ങൾ നമ്മൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ നമ്മൾ പഠിച്ച ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ അല്ലേ, നമ്മൾ ഈ 3 സബ്ജക്റ്റിനകത്തും എളുപ്പമുള്ള ചാപ്റ്ററുകൾ ഉണ്ടാകും. ആ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ പ്രോബ്ലംസ് മാക്സിമം ചെയ്തിട്ടും ഉണ്ടാകാം. എന്നാലും ആ ചാപ്റ്ററിലെ ചോദ്യം ചിലപ്പം ടഫായിട്ടായിരിക്കാം മേ ബി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പാനിക് ആകുക അല്ല വേണ്ടത്. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദെൻ അതിന് കുറച്ച് സമയം എടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചോദ്യം അവിടെ സ്കിപ്പ് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് വേണം സ്കിപ്പ് ചെയ്യാനായിട്ട്. കാരണം പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ അപ്പം സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നീട് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ഈ ചോദ്യം എവിടെയാണെന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുക. അങ്ങനെ ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു ചോദ്യത്തിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാതെ ഇരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അത്രയും മാത്സിലായിരിക്കും ആ ഒരു കേസ് ഉണ്ടാകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്തെടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പോൾ എത്തിയെന്ന് വരാം. ഓക്കെ, ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി കിട്ടാത്ത ചോദ്യമാണെങ്കിൽ അതിൽ വീണ്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇരിക്കാതെ നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. പിന്നെ നിങ്ങളിപ്പം മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്ഷൻ ബി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ശീലിക്കുന്നുണ്ടാകും. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്ത് ശീലിച്ച് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. കാരണം സെക്ഷൻ ബിയിൽ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മിക്ക കുട്ടികൾക്കും ടെൻഷനാണ്, കിട്ടിയ ഉത്തരം ശരിയാണോ, അത് എൻ്റർ ചെയ്താൽ നെഗറ്റീവ് മാർക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത് ഈ സമയത്ത് തന്നെ അത് ചെയ്ത് ശീലിച്ച് കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ ബിയിൽ ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സംശയം കൊണ്ട് ഇത്തരം മാർക്ക് ചെയ്യാതെ ഇരിക്കേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ 100% ഷുവർ ആണെങ്കിൽ അത് എൻ്റർ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സ്ക്രീനിൽ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. അപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരുടെ സ്ക്രീനിലേക്ക് നോക്കരുത്. അപ്പോൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ട് എക്സാം എഴുതുന്നവരുണ്ടാകാം, പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ഒരു രസത്തിന് ഇരിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദെൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആ ഹോളിലുള്ള ഇൻവിജിലേറ്ററെ നിങ്ങൾ കാര്യം അറിയിക്കണം. അല്ലാതെ മിണ്ടാണ്ടിരിക്കരുത്. നമ്മുടെ സമയം വളരെ പ്രഷ്യസ് ആണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പം പിന്നെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് റഫ് ഷീറ്റ് തരും ചെയ്യാനായിട്ട്. സോ കിട്ടുന്ന റഫ് ഷീറ്റ് വളരെ റഫ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ റഫായിട്ട് ഉപയോഗിക്കരുത്, അത് വളരെ നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചെയ്യുന്നു, ദെൻ അതിന് നമ്മൾ റഫ് ഷീറ്റിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നു. ദെൻ അപ്പോൾ 1-2 ചോദ്യം കഴിഞ്ഞാൽ ഒരു 10 ചോദ്യമൊക്കെ ആകുമ്പോഴത്തേന് റഫ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്താവും, സ്പ്രെഡായി പോകും, റഫായിട്ട് പോകും. സോ അപ്പോൾ നിങ്ങൾ എവിടെയാണ് എന്ത് എഴുതി വെച്ചിരിക്കുന്നത്, എവിടെയാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടീഷൻസ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ചിലപ്പം മിക്സ്ഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള സമയം വെറുതെ നമുക്ക് നഷ്ടപ്പെടും. സോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ 2 ദിവസം ഇപ്പം നാളെ കഴിഞ്ഞാണ് നിങ്ങൾ എക്സാമിന് പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രഡിക്ഷൻ സീരീസ് നടക്കുന്നുണ്ട്. അപ്പം റിലാക്സ്ഡ് ആയിട്ട് അതൊക്കെ കാണുക. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ, ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി അത് പോയി നോക്കുക. ഓക്കെ, റെഡി? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുക. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കാതെ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കൊണ്ടുപോകാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു. എല്ലാം ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ കെമിസ്ട്രിയിലെ ഓൾമോസ്റ്റ് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത സെക്ഷൻ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം, ഫിസിക്സ് ആണോ മാത്സ് ആണോ, അതിലേക്ക് നിങ്ങൾ പോകുന്നു. ദെൻ അവിടെ ഇതേ അപ്രോച്ച് തന്നെ നിങ്ങൾ ചെയ്യുന്നു. ദെൻ അതിനുശേഷം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരണം. ആ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിനകത്ത് നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് കാണാം, ഫിസിക്സിൽ കാണാം, അതുപോലെ തന്നെ മാത്സിലും കാണാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെയ്ത് സ്കോർ കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വേണം ബാക്കി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ടൈമറിലേക്ക് നോക്കണം നമ്മുടെ ടൈം പോകുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് റിലാക്സ്ഡ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അപ്പം നന്നായിട്ട് തന്നെ എല്ലാവർക്കും എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടെൻഷൻ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. സോ റിലാക്സ്ഡ് ആകുക, നമ്മളിൽ തന്നെ വിശ്വസിക്കുക, കോൺഫിഡൻറ്റോടുകൂടി എല്ലാവരും എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.